കാണിച്ചിരുന്ന കാര്യം പെൺകുട്ടികളായാൽ ആത്മഹത്യ പറ്റിയാണ്. ആരൊക്കെ തീർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കഴുത്തിൽ ഞാൻ താരുകയും ഇങ്ങനൊരു ചിരിയുണ്ട്. അതും ഏകദേശം ആ രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മുടെ അങ്ങനത്തെ വരില്ല. ഇന്നലെ കോസ്റ്റ്യൂമിൽ ഇരിക്കുന്നത് വരുള്ളൂ. രണ്ടുപേരും ഇരുന്നപ്പോൾ ശരി പറഞ്ഞാൽ മതി. പിന്നല്ല പറഞ്ഞോ, ആദ്യം തൊട്ട് പറഞ്ഞോ, കഥയൊക്കെ പറഞ്ഞു. നീ പറയില്ല, ഞാൻ തന്നെ പറയണ്ടേ? നീ പറയണം. ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ എനിക്കങ്ങനെ ഓർമ്മയില്ല, കണ്ടതിന് ഓർമ്മയില്ല. പക്ഷെ ഇപ്പോൾ സെൽഫീസ് എടുക്കുമ്പോൾ ഫോണിൽ കാണാറുണ്ട് അതിനകത്തൊക്കെ. പിന്നെ ആദ്യമൊന്നും അവൻ ക്ലാസ്സിൽ ഉണ്ടായില്ല. പിന്നെ എൻ്റെ ബ്രേക്കപ്പ് പഠിച്ച് അതല്ലേ ഗുമ്മുള്ളൂ. അതുകൊണ്ടല്ല ഡെങ്കി പിടിച്ച് കിടപ്പായിരുന്നു. അത് മതി. പിന്നെ ബ്രേക്കപ്പ് പറഞ്ഞ എന്തൊക്കെ കഥയാണ്. കായലാണ്ട തള്ളിഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഇയറിൽ നോട്ട് ചോദിച്ചു. പിന്നെ എനിക്ക് മെസ്സേജ് അവരോടെയും പോകുന്നില്ല. നീ ഇത് പറ. ഇത് വീഡിയോ ആണ്, അതെല്ലാം ക്യാപ്ചർ ചെയ്തോണ്ടിരിക്കുന്ന അല്ല. തുടങ്ങാം. ഞങ്ങളുടെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യണ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എൻജിനീയറിംഗ് ആയിരുന്നു. ഇപ്പോൾ 4 years ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എനിക്കിവൻ അങ്ങനെ കണ്ട ഓർമ്മയൊന്നുമില്ല. പക്ഷെ ഇപ്പം എന്തെങ്കിലും സെൽഫീസ് ഒക്കെ എടുത്ത് നോക്കുമ്പം എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല ആളുടെ അടുത്ത്. ആളുടെ ഫ്രണ്ട്സ് ഗ്യാങ് വേറെ ആയിരുന്നു. അപ്പം ഞാൻ അധികം അങ്ങനെ ഇവനായിട്ട് കമ്പനി ആയിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആള് വന്നിട്ടുണ്ടായില്ല അല്ലേ? പ്രസന്റ് ഒന്നും അല്ലായിരുന്നു. ഡെങ്കു ആയിരുന്നു, ഫീവർ ആയിരുന്നു. എൻ്റെ ഫ്ലോ പോയി. കുഴപ്പമില്ല, ഐഡിയ ആദ്യം തൊട്ട് പറഞ്ഞാൽ മതി. ഫ്ലോ നമ്മുടെ ഫുഡ് വരുന്നോ? ശരിയാ. എവിടെയാണ് നിർത്തിയത്? ഫസ്റ്റ് ഇയറിൽ. അടുത്തത് എൻ്റെ പാട്ട് വെച്ച് ഒരെണ്ണം ഇവന് പണിയാണെങ്കിൽ ഒരെണ്ണം നല്ല പാട്ട് കണ്ടോ? നന്ദുവിന്റെ ഫേവറേറ്റ് പാട്ട്. ഈ സമയത്ത് നന്ദു അഭിയായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നു, നമ്മളല്ല. இப்போ வந்து கண்டப்பள்ளி மேஜப்பள்ளி KTDC ஹோட்டல், கேரளா டூரிஸ்ட் அண்ட் ஹோட்டல் கார்பரேஷன் அண்ட் 3-star கேட்டகரி ஹோட்டல். இந்த இடம் வந்துட்டு பெரிய ஷூட்டிங் பிளேஸ். முதல்ல இந்த இடத்துல டிக்கெட் பண்ண இந்தியா 55 வருஷம் வந்து டிக்கெட். അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ആള് ഫസ്റ്റ് സെമ്മിൽ അധികമൊന്നും ഉണ്ടായിട്ടില്ല. അറ്റൻഡൻസ് വിളിക്കുമ്പം എന്നും ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ 1 മാസം അതിൽ കൂടുതൽ ഇങ്ങനെ ആബ്സെൻ്റ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവൻ കോഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് പോയിന്നാണ്. പിന്നെ ഒരു ദിവസം മിസ് അറ്റൻഡൻസ് വിളിച്ചപ്പം ബാക്കിൽ നിന്ന് ഒരാൾ പ്രസൻറ്റ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. ആ മൊമെൻറ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇവനായിട്ട് അങ്ങനെ കമ്പനി ഒന്നും ആയിരുന്നല്ലോ. പക്ഷെ ഞാൻ എന്തോ അത് ഓർക്കുന്നുണ്ട്. നമ്മളെല്ലാവരും തിരിഞ്ഞു നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഓർക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ആബ്സെൻ്റ് ആയിട്ട് നമുക്ക് മാത്സ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പം നമുക്കൊക്കെ അത്യാവശ്യം മാർക്കുണ്ട്, ആൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ മാർക്കുണ്ട്. കാരണം അത്രയും നാൾ ക്ലാസ്സിൽ ബ്രേക്ക് ചെയ്ത ഒരാൾ വാങ്ങണേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇശോ പഠിപ്പി എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നോർമൽ ഫ്രണ്ട്സ്, ചെറിയ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ബ്രേക്ക് വന്നപ്പം അത്രയും നാൾ എനിക്ക് മെസ്സേജ് ചെയ്യാത്ത ആൾ
ഒരു ഇതിൽ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് MOS എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്, അതിൻ്റെ നോട്ട് ചോദിച്ചു. അപ്പം നോട്ട് ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് മെസ്സേജ് ചെയ്ത് തുടങ്ങി ഇവിടെ വരെ എത്തി. ആ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് നോട്ട്സും അതും നൈസായിട്ട് ഒരു ടോപ്പിക് കിട്ടാൻ വേണ്ടിയാണ് നോട്ട്സൊക്കെ ചോദിച്ചത്. അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി പിന്നെ പ്രപ്പോസ് ചെയ്തു. പിന്നെ ആള് കുറേ വലിപ്പിച്ചു, ഇട്ട് ഒരു 4-5 മാസം വലിപ്പിച്ചു. ഡിസംബറിൽ എന്നെ പ്രപ്പോസ് ചെയ്തേ. അപ്പോൾ ഞാനില്ല പറ്റത്തില്ല, അത് സീനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഞാൻ കോളേജിൽ വെച്ച് കാണുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെയൊക്കെ നടന്നു. പിന്നെ നമുക്ക് കോമൺ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമ്മൾ സംസാരിച്ച് പോവും. പിന്നെ നമുക്ക് ടെക് ഫെസ്റ്റ് ഒക്കെ വന്നപ്പം ഇവൻ അത്യാവശ്യം ആർട്ടൊക്കെ ചെയ്യും. എന്നെ പിടിച്ച് ആരോ അതിൻ്റെ കോർഡിനേറ്റർ ആക്കി വെച്ചു. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടി വന്നു, ബ്ലോക്കൊക്കെ മാറ്റേണ്ടി വന്നു. യെസ്. പിന്നെ സംസാരിച്ച് നല്ല കമ്പനിയായി. പിന്നെ ഒരു ചെറിയ നുണയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തു ലൈക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റിന് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. ഡിസംബറിൽ പ്രപ്പോസ് ചെയ്ത് ഞാൻ കുറേ നാൾ ഞാൻ ആളെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അതെ, കുറേ പുറകെ നടത്തിയിട്ടാണ് ഓക്കെ പറഞ്ഞത്. നമ്മൾ അധികം ഒന്നും പുറകെ പിന്നെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇന്നത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ തന്നെ അങ്ങനെ ഇവിടം വരെ എത്തിച്ചു. ഒരു 7 വർഷം നടക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു ഇതും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻ അങ്ങനെ നമ്മൾ നല്ല ഫ്രണ്ട്സ് തന്നെയായിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഡീപ്പ് റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അടിപൊളിയായിരിക്കും. നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. കാരണം ആ ടൈമിൽ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇനി എൻജോയ് ചെയ്യണം. അതെ, ട്രിപ്സ് പോകണം. അതെ, ആ ടൈമിലൊക്കെ ഭയങ്കര ലൈക്ക് ആരെങ്കിലൊക്കെ കാണുമോ അങ്ങനെയൊക്കെ പേടിച്ചായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അധികം ഒന്നും നമ്മൾ ഇനി വേണം നമുക്ക് എൻജോയ് ചെയ്യാൻ. ഇവളുടെയിലുള്ള ക്വാളിറ്റീസ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവള് ഭയങ്കര ചൈൽഡിഷാണ്. വെച്ചാൽ പിള്ളേരുടെ സ്വഭാവമാണ്. ഇച്ചിരി പൊട്ടത്തരം എന്നൊക്കെ പറയാം. ഇച്ചിരി കിളിപോയായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും ആള് ഭയങ്കര പാവമാണ്, ഭയങ്കര ചൈൽഡിഷാണ്. സപ്പോർട്ട് ചെയ്യും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചത്. ഇവൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല വൈബുള്ള ഒരാളാണ്. പിന്നെ എൻ്റെ എല്ലാ തോന്നിവാസത്തിനും എല്ലാത്തിനും അവൻ ഓക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടീവാണ് ആൾ. പാവമാണ്. എന്നെ സഹിക്കാൻ ഇവനേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ബ്രേക്കപ്പ് ആയി പോയെന്ന്. ഇവൻ അടിപൊളിയാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച എൻ്റെ പാർട്ട്ണർ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചോ അതുപോലെയൊക്കെ തന്നെയാണ് ആൾ. ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആളൊന്നിനും നോ പറയാറില്ല. ഇപ്പോൾ ലൈക്ക് ഇപ്പം നമ്മൾ കോളേജിൽ വെച്ചിട്ട് എടേ അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഓക്കെ ഡൺ, അങ്ങനെ എല്ലാത്തിനും ഓക്കെ പറയണ ആളായിരുന്നു. അതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നപ്പോഴായിരുന്നെങ്കിലും അവൻ അങ്ങനെ തന്നെയാണ്. റിലേഷനിലായിരുന്നപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും പറയണത് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഓക്കെ ബാ പോവാം, എന്നോട് നോ പറയത്തില്ല അപ്പം തന്നെ. അത് തന്നെ എനിക്ക് നല്ല ക്വാളിറ്റി ആയി തോന്നി. പിന്നെ മണ്ടനാണ്. നീ എന്നാ അങ്ങനെ പറഞ്ഞിരുന്നത്, ഞാനും ഒരെണ്ണം പറയണ്ടേ? ശരി.
सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोऽस्तुते। ॐ सहना भवतु सहनो भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। Thank you. Please be seated. Everyone ఉపవిష్టారుగా. पवन जय स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र पवन जय स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे सर्वलोकाधार समरैकवीर गर्वमानसदूर कनकागधीर सर्वलोकाधार समरैकवीर गर्वमानसदूर कनकागधीर सीता कल्याण वैभोगमे रामा कल्याण वैभोगमे परमेशनुत गीत भवजलधिपोत धरणिकुल संजात त्यागराजनुत परमेशनुत गीत भवजलधिपोत धरणिकुल संजात त्यागराजनुत सीता कल्याण वैभोगमे
They say the holy water's watered down, and this town's lost its faith. Our colors will fade eventually, so if our time is running out, day after day, we'll make the mundane a masterpiece. Oh my love, I take one look at you, you're taking me out of the ordinary. I want you laying me down till we're dead and buried, on the edge of your knife, staying drunk on your vibe. The angels up in the clouds are jealous knowing we found something so out of the ordinary. You got me kissing the ground of your sanctuary. Shatter me with your touch, oh Lord, return me to dust. The angels up in the clouds are jealous knowing we found hopeless hallelujah on this side. Yes, sir. Very good evening, ladies and gentlemen. എല്ലാവർക്കും നമസ്കാരം. This beautiful evening in the Sanctuary venue of Cochin, I take the real and immense pleasure to welcome all of you to the grand post-wedding celebrations of our dearest Gokul and Anjali on behalf of both of their families. രണ്ടുപേരുടെയും പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാൻ ഏവരെയും നൂതനമായ നമുക്ക് നിറഞ്ഞ സാഹചര്യത്തിലേക്ക് ഇവരുടെ വിവാഹങ്ങളുടെ ചടങ്ങിലേക്ക് സർക്കാർ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവരുടെ ആളുകളും വളരെയധികം സുസ്മേരബദ്ധരായി വളരെയധികം ഭംഗിയോടുകൂടി സജ്ജീകരിച്ച് വെച്ചിട്ടുള്ള ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ അമ്മമാരുകൾ. ഇന്ന് ഈ ദിനത്തിൽ നമ്മളേവരും വളരെയധികം സന്തോഷപ്പെടുന്നതാണ്. വളരെയധികം മനസ്സ് ആനന്ദം നിറഞ്ഞാടുകയാണ്. കാരണം നമ്മൾ എത്രയും പ്രിയപ്പെട്ട ഗോകുലാഞ്ജലികൾ തമ്മിലുള്ള വിവാഹം നടത്തിയിരിക്കുകയാണ്. പവിത്രമായ ആചരണങ്ങൾ വിവാഹം എന്ന മംഗളകർമ്മം കഴിഞ്ഞു. നമ്മൾ പലരും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. ഇനി ഈ ഹോളിൽ നടക്കാൻ പോകുന്നത് ഒരു വലിയ ചടങ്ങാണ്. അത് നമ്മൾ എല്ലാവരും ചേർന്ന് വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ പോവുകയാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവർ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അമൂല്യമായ ചില നിമിഷങ്ങളിലൂടെയാണ്. ആ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അവിസ്മരണീയമാക്കി മാറ്റിക്കൊടുക്കണം. ഒരിക്കലും ഇവർക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാക്കി മാറ്റിക്കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഓഡിയൻസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടെയാണ്. അതെങ്ങനെയാണ് നമ്മൾ ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുക? അങ്ങനെ ഒരു വേടയാക്കി ഇവർക്ക് മാറ്റിക്കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയും സ്നേഹം നിറഞ്ഞ കൈകൾ നൽകിക്കൊടുക്കുകയാണ്. അല്ലേ? ശരിയാണ് ഞാൻ പറയുന്നത്. ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഫേസ് കാണാം. You all seem to be so happy and excited, and I know the reason is obvious that our dearest one, Gokul Anjali, has got married, and we are here to celebrate the happiness. ഇവരുടെ ജീവിതത്തിൽ പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആൻഡ് ആ അധ്യായം ഇവർ ആഘോഷിക്കുമ്പോൾ അത് പൊടിപോലുമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹവും ആശീർവാദവും എല്ലാം നിറഞ്ഞൊരു കൈകൾ ഇവർക്ക് കൊടുത്തേ. Thank you so much. വ്യത്യസ്തമായ വഴികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണുള്ളത്. എന്നാൽ വിവാഹത്തിന് ശേഷം രണ്ട് ഹൃദയങ്ങൾ ഒരു ഹൃദയമായി മാറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒരുമിച്ചാണ് ഇവരുടെ യാത്ര. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം ഒരുമിച്ച് കൈകോർത്ത് യാത്ര ചെയ്യുവാനുള്ള തീരുമാനം ഇവർ എടുത്തിരിക്കുകയാണ്. ആൻഡ് ഇവരുടെ ഈ തീരുമാനത്തെ നമ്മൾ സസന്തോഷം ശരിവെച്ചിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ആ ശരിവെച്ചതിന്റെ റിസൾട്ടായിട്ടാണ് നമ്മൾ ഈ മനോഹരമായ വേളയിലൂടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇനി കൂടുതൽ വൈകിക്കാതെ നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇവരുടെ മാതാപിതാക്കളെയും എല്ലാം വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവർക്കും പരിചയമുണ്ട്. എന്നാലും I take the pleasure to give a small brief of them to you. നമ്മുടെ ഇന്നത്തെ വരൻ Gokuldas already has some Gokuldas is from KK Gokulam House and Miss Elizabeth Sacher from KK House. Gokuldas is working as Senior Project Manager in an engineering company in Dubai, and he is working as Architecture Advisor in Sharjah. Now I take the pleasure to welcome both of their parents. Gokul's mother, Vidya, welcome to you, Mr. Suresh K.S. and Ms. Bindu Meeta. Mr.
Mr. Suresh, അദ്ദേഹം സെയിൽസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ബിന്ദു അവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ആൻഡ് നൗ ഐ ടേക്ക് ദ പ്ലഷർ ടു ഇൻവൈറ്റ് ദ പാരന്റ്സ് ഓഫ് എനി ഓൺ ടു ദ സ്റ്റേജ്, മിസ്റ്റർ സാജു യോഗോസ് ആൻഡ് മിസ്സസ് ഷൈനി സാജു. നല്ല കൈ കൊടുക്കുക. Thank you so much, music team. And Saju Adega, Guardian Group of Companies, the senior manager at Seven Mashturikana, and Chinese Saju, our homemaker. Now I take the pleasure to invite one and only brother of our dearest Emmy, Anada. Very sundaranaayittu avada nikkunna Gio. ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ. അപ്പോൾ ഹോൾ ഫാമിലി ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് മറ്റു ചടങ്ങുകളിലേക്ക് കടന്നാലോ? ഒരു തംസപ്പ് തന്നാൽ മതി, കൈയടിച്ച് മതിയായിരിക്കും. യെസ്, ഈ സൈഡിൽ റെസ്പോൺസ് ഉണ്ട്. ഈ സൈഡിൽ എന്താ ആരും തംസപ്പ് കാണിക്കരുത്, കാണിച്ചില്ല, ഞാൻ കാണാത്തതാണ്. യെസ്, അപ്പോൾ രണ്ട് കുടുംബങ്ങളെ പേരിലേക്ക് ചേർത്തിരിക്കുക. നമുക്ക് മധുരം പങ്കുവയ്ക്കുന്ന ചടങ്ങാണ്. ഏതൊരു ശുഭചടങ്ങിലും നമുക്ക് മധുരം പങ്കുവയ്ക്കാതെ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ മനോഹരമായ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന കേക്ക് മുറിച്ചുകൊണ്ട്, മധുരം മുറിച്ചുകൊണ്ട്, പരസ്പരം മധുരം പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് വെഡിങ് റിസപ്ഷൻ നമുക്ക് തുടങ്ങാം. മധുരം പങ്കുവയ്ക്കുമ്പോൾ ഇവരുടെ അവരുടെ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന മ്യൂസിക്കാണ്. അവരുടെ ഈ ഒരു നിമിഷമുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഒരിക്കലും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നത് ഇവരുടെ എല്ലാവരുടെയും പേരിലാണ്. എൻ്റെ ഒരാളുടെ ആഗ്രഹം മാത്രമല്ല. അതായത് ഈ ഒരു നിമിഷത്തിൽ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ I will request you, both of you, please one person vocal അല്ലെങ്കിൽ എനിക്ക് രണ്ടുപേരും ഏതെങ്കിലും ഒരു റൊമാൻറ്റിക് സോങ്ങിൻ്റെ രണ്ടുപേരും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു നിമിഷം നമ്മുടെ മ്യൂസിക് ടീം വേണ്ടിയുണ്ട്. സോ ഈ കൂട്ടത്തിൽ ആരാണ് ഗായകർ അല്ലെങ്കിൽ ഗായിക? Whatever you like, that comes deep from the heart. Gokul! Gokul വരുന്ന പ്രശ്നമില്ല. എമി! രണ്ടുപേരും ഓൾമോസ്റ്റ് കാണപ്പെട്ടൊരു
കാര്യം ചെയ്യാം. നിങ്ങൾ ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ പ്ലീസ് മൂവ് ഫോർവേഡ് ലിറ്റിൽ ക്യാൻ ജസ്റ്റ് ഹോൾഡ് യുവർ ഹാൻഡ്സ് ടുഗദർ. യെസ്, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം സൂപ്പ് കുടിക്കില്ലേ? സൂപ്പർ അപ്പറ്റൈസറാണ് പറയുന്നത്. അതുപോലെ ഞാൻ ആദ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് പോവാണ്. But you are going to sing the song and you are going to sing the song. But I am going to sing on behalf of both of you. അത്രേ ഉള്ളൂ. Okay? Just face each other. Yeah, face each other. You are going to sing. But I am going to sing. You got it, right? കുറച്ച് confusing ആണ്. പക്ഷേ balance ആയില്ലേ? Please face each other. പ്രണയം പുറത്തോട്ട് വരണോടാ. പ്രണയം പുറത്തോട്ട് വരണമെന്ന് അതാണ് ഞാൻ പറഞ്ഞത്. You should not regret tomorrow. Now you have to express it in front of this audience because all are wishing to see that. Got the song right, everyone? Yeah. Yes, പരസ്പരം ഡിസ്കസ് ചെയ്ത് ഉറപ്പിക്കാൻ പോവാണ് പാടണോ വേണ്ടയോ എന്നുള്ളത്. നമുക്കൊരു 10 സെക്കൻഡ് സമയം കൊടുക്കാതെ. ഇല്ല, എനിക്കും വയ്യാണ്ടിരിക്കാണ്. നിങ്ങളുടെ സ്നേഹം ആഗ്രഹിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ്. ശരി, 8 വർഷം വേണ്ടല്ലേ, പറയണ്ടല്ലേ, ആഗ്രഹിച്ചു പോയി പറയാം. ചുമ്മാ പറഞ്ഞാൽ മതി, വിവേകിച്ച് പറയണ്ടെന്ന്. 8 വർഷം നമ്മുടെ ഗോകുൽ പാട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ചിന്തിക്കാൻ സമയം വേണ്ട, ക്യാൻസൽ ചെയ്യും.
ഇല്ല. പാട്ട് വേണ്ട. ഇത് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നവർ അവസാനമായിട്ട് ഒരു ചെറിയ ക്ലാസ്. ഈ പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ പാട്ടിന്റെ അവസാനത്തെ വാക്കില്ലേ, സെന്റൻസ് ഇല്ലേ, വന്നു ഇനി ഗോകുലിന്റെ ജീവിതത്തിൽ അല്ലെ, അപ്പോൾ എന്റെ ജീവിതത്തിൽ പൂത്തുമ്പിയായി വന്നു. ആ പൂത്തുമ്പിയായി പറയാൻ വേറൊരു വേർഡ് ഞാൻ ഇടാൻ പറയാം. എനിക്ക് ജീവിതത്തിൽ വന്നതിന്റെ സന്തോഷത്തിൽ വേറൊരു വേർഡ് ഇടാൻ പറഞ്ഞാൽ എനിക്ക് എടുക്കും. അത് മതി, പാട്ട് പാടണ്ട. ആ ഒരു ഒന്ന് സഹായിക്കണ്ടോ, അവിടെയാണ് സഹായം. ക്ലൂ ഇതിന് ക്ലൂ കൊടുക്കുക കേട്ടോ. ഗൂഗിളിൽ 3 ഓപ്ഷൻസ് കൊടുത്തേ, എനിക്ക് 3 ഓപ്ഷൻസ് കൊടുത്തേ. Come on my dear audience, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. Come on, give them some lifelines. അമ്മ ഹെൽപ്പ് ചെയ്തോ, എനിക്ക് ഇവിടെ ഒരു ഹെൽപ്പ് കൊടുത്തേ, കൊടുത്തു. അപ്പം ഇനി ഈ മൈക്കിനെ പാസ് ചെയ്യാതെ ഡയറക്റ്റ് പാസ്. കുഞ്ഞരിപ്രാവായി 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 I
Taking chances is easier with you. Every moment that was here, it's true. God only knew. I've been waiting only for you. Something happened when we met. Life turned on its head only for you. Those 3 words when they were said, they were always meant only for you. Take my hand, we'll run like lovers do. Taking chances is easier with you. Every moment that was here, it's true. God only knew. I've been waiting only for you. All my love is for you. All my life I do. All my life I do. All my love, all my love is for you. ഓട് കൂടിയിട്ടുണ്ട് ഇവിടെ ക്യാമറ കുത്തിട്ടുണ്ടോ ഇവിടെ അവിടെ കുത്തുന്നുണ്ടാണ് അവിടെ കുത്തിട്ടോ ആ കൺസോളിൽ കുത്തുണ്ട് ക്യാമറക്ക് കൂടിയിട്ടാണ് അവിടെ കുത്താ വട്ട കയറുന്നു
waiting from 30 ഒരു ചെറിയ ടൈം കുറച്ചേ ഉള്ളൂ. Only 4 minutes. So please excuse us for 4 minutes. അത് കഴിഞ്ഞ് തിരിച്ചു വരാം. Put your
to the coast, somewhere far away from home. All we need is just ourselves and nothing else. Feel the sand between our toes, hear the oceans ebb and flow. The summer air fills our lungs and keeps us young.